നിർബന്ധിക്കില്ലേ ഗൗതം? ഇന്ന് തന്നെ കണ്ടില്ലെങ്കിൽ എന്താ? പറ്റില്ലെങ്കിൽ നേരത്തെ പറയണ്ടേ? ഞാനിന്ന് ഫ്രീയാ. വാട്ട്സ് യുവർ പ്രോബ്ലം? അത് ഞാൻ പറ്റില്ലെങ്കിൽ അത് പറ. ഓക്കെ, ഞാൻ വരാം. കേറ്. ഹായ് മീര. ഹായ് ചാപ്പ്. ഹൗ ആർ യു? ഹായ്. മീര, ഞാൻ പോന്നു. ഡോനോ, ഇവിടം വരെ വന്നല്ലേ, കേറിയിട്ട് പോവാടോ. കമാൺ. ഇല്ല, എനിക്ക് തിരക്കുണ്ട്. തിരക്കോ? കൊള്ളാം. ചിലോട്ട് മാൻ, വാ. വാ നന്ദു, പ്ലീസ്. എന്താ ഇത്? കാമോൺ മാൻ, കമാൺ. വാ മീര. വാട്ട് വിൽ യു ഹാവ്? കോഫി ഓർ കോക്ക്? നോ താങ്ക്സ്. Come on man, have something. Fresh lime എങ്ങനെ? Sir. Yeah, one fresh lime and coke for us. Yes, sir. Yeah, thank you. Wrong number. ഒരു മൂഡോട്ടുണ്ടല്ലോ. യെസ്, എന്തെങ്കിലും വായിച്ചിരിക്കുക. ജസ്റ്റ് എ മിനിറ്റ്, ഞങ്ങൾക്ക് കുറച്ച് സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട്. ഓക്കെ, കമൺ വരാം. നന്ദു, പെട്ടെന്ന് വരാം. നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഞാൻ പോവാണ്. മീരയ്ക്ക് വരണേ വരാം. നോൺസെൻസ്. മാനസ് മാൻ, മാനസ്. പറഞ്ഞില്ലേ തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്? പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ്. ഒരു എത്തി നോട്ടോ യാത്ര പറച്ചില്ല. ഒന്ന് വെയിറ്റ് ചെയ്യടോ. റോങ് നമ്പർ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ ഗൗതം. കുറച്ചായി സഹിക്കുന്നു. ഒരു റോങ് നമ്പർ. ഐ ആം നന്ദകുമാർ. യു ക്യാൻ കോൾ മീ നന്ദു. യു ഗെറ്റ് മീ? നോ. ഐ മീൻ ഹൗ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഷൗട്ടിംഗ് വേണ്ട. വെയിറ്റ് ചെയ്യുന്നുണ്ടേ ഇരിക്കെ, അല്ലെങ്കിൽ സീ യു. നിന്റെ ഫ്രണ്ട് കൊള്ളാം. സോ അറഗന്റ്. അറഗന്റ്. എന്നെ കൊണ്ടൊന്നും മീര വരുന്നുണ്ടോ? നന്ദു മീര പ്ലീസ്. വരുന്നില്ല. പറഞ്ഞില്ലേ, ഇത് കുട്ടികളിയല്ല. ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. പ്ലീസ് ഗോ ആൻഡ് ലീവ് us alone. പ്ലീസ് ഗോ. ഗൗതം എന്താ ഇത്? നന്ദു പ്ലീസ്. മീര, this is too much. വിളിച്ച് കേറ്റി ഇരുന്ന് ഇൻസൾട്ട് ചെയ്യുന്നു. സീ മീര, എന്താ അവനിങ്ങനെ? ഓ, എന്തേലും ആവട്ടെ. ലീവ് ഇറ്റ്. വി ഹാവ് അവർ ഓൺ പ്രോബ്ലംസ്. ഇല്ല, യു ഇൻസൾട്ടഡ് മൈ ഫ്രണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാൻ നോ, അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. ശരി, സമ്മതിച്ചു. അത് വിട്ടുകള. ലെറ്റ് us come to the point. എനിക്ക് തീരുമാനം അറിയണം. അത് നീ പറഞ്ഞതിനെ കേൾക്കണം. ഇനിയും നീട്ടിക്കൊണ്ട് പോയാൽ എൻ്റെ പ്ലാനൊക്കെ തെറ്റും. പറ, എന്താ നിന്റെ തീരുമാനം? അച്ഛൻ വരട്ടെ. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അത് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. യു ആർ സെൽഫിഷ്, യു ആർ ജെലസ്. ഞാൻ പോവാ. ഏയ് മീര, നിക്ക്, നിക്ക്. എന്താ എന്താ നിനക്ക് പറയാനുള്ളത്? എന്തായാലും പറഞ്ഞോളൂ. അയാളത്ര ശരിയല്ല. ആരാ നന്ദു? മനസ്സിലായില്ലേ? വേഷവും കെട്ടി പൊങ്ങച്ചവും കാണിച്ച് മുറി ഇംഗ്ലീഷും പറഞ്ഞു നടക്കുന്ന തന്റെ ആ ഫ്രണ്ടില്ലേ മിസ്റ്റർ ഗൗതം,
അയാള് തന്നെ. വേഷം കെട്ട് പോട്ടെ, അയാളുടെ പെരുമാറ്റം ഞാൻ അനുഭവിച്ചതാ. അയാള് വെറും ചീപ്പാ. ഞാൻ കണ്ടു. ആഹാ, എന്താ കണ്ടത്? തുറന്നു പറ കേക്കട്ടെ. അത് പറയാൻ തന്നെ എനിക്ക് ചമ്മല. അയാൾ ഇത്രക്ക് ചീപ്പാന്ന് അറിഞ്ഞില്ല. ഏയ് പറയടാ കേക്കട്ടെ. അത് കോളേജ് വിടുന്ന സമയത്ത് ആയിട്ടൊരു ചെത്തലുണ്ട് ഓപ്പലാസ്ട്രയില്. എന്നിട്ട് സൈഡിൽ പാർക്ക് ചെയ്ത് ജയൻ സ്റ്റൈലിൽ ചാരി എന്ന് വായി നോക്കിയൊരു നിൽപ്പും വിമല കോളേജിന്റെ ഫ്രണ്ടില്. അത് വിമൻസ് കോളേജാ. കണ്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. ചീപ്പാ, തനി ചീപ്പ്. ആ അത് ചീപ്പ് തന്നെയാ. ആ അത് മാത്രോ, ആ റിസോർട്ടിന്റെ മാനേജർ മനക്കലെ വാസുവട്ടം പറഞ്ഞതാ അവിടെ ദിവസവും രാത്രി വെള്ളമടിയാ, എന്നിട്ട് ഒക്കെ വാള് വെച്ച് ചളവാക്കും. അറിയില്ലേ, വൊമിറ്റിംഗ്. അല്ല എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, ശരിക്കും ആരാ ഇയാള്? മീരയ്ക്ക് എങ്ങനെ ഒറ്റയ്ക്കൊപ്പം പോകാൻ ധൈര്യം വന്നു? അച്ഛന്റെ വലിയ ഫ്രണ്ടാ. ശരിക്കും പറഞ്ഞാ ഒരു ഫാമിലി ഫ്രണ്ട്. വെറും ഒരു ഫ്രണ്ട്, പക്ഷെ എന്താ അധികാരം? 12 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. സ്കൂളിലും കോളേജിലും ഒക്കെ എൻ്റെ സീനിയർ ആയിരുന്നു. അല്ല ഇനി വേറെ എന്തെങ്കിലും? അല്ല ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? സ്റ്റേറ്റ്സിൽ നിന്ന് MBA കഴിഞ്ഞു. മാത്രമല്ല ലക്ഷക്കണക്കിന് സമ്പാദിക്കാനുള്ള ഒരു ജോലിയും കിട്ടി, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. പുള്ളിക്കാരൻ്റെ ഒരു മിനിറ്റിന് ലക്ഷങ്ങളാ വില. പിന്നെ എൻ്റെ അച്ഛൻ മാത്രമല്ല, ഗൗതം നേരിട്ടും എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുക. എന്താ പെട്ടെന്നൊരു? എന്നിട്ട് മീര എന്ത് പറഞ്ഞു? ഞാൻ നോന്ന് പറഞ്ഞിട്ടില്ല, എസ് ഒന്നും പറഞ്ഞിട്ടില്ല. ആരാ? രാഘവനോ? മീരമോളെ വിളിക്കണോ? സന്തോഷായിടൂ. പിന്നെ വേണ്ടേ, ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. പിന്നെ അതെ, നാളത്തേക്ക് ഒരു കാർ ഏർപ്പാടാക്കണ്ടേ? ആ അപ്പൊ ശരി. അവൻ നേരത്തെ എല്ലാം കണക്ക് കൂട്ടിയിരിക്കുന്നു. നിശ്ചയം പൊടി പൊടിക്കണമെന്നാ. എടാ അച്യുതാ, എന്റെ മോള് സുന്ദരിക്കുട്ടിയായല്ലോ, കാണട്ടെ. മാധവ, ഇങ്ങോട്ട് ഞാൻ എന്റെ കൊച്ചു മോളെ അയച്ചത്. ഇപ്പോ ഇവളൊരു പെണ്ണായിരിക്കണു. മാധവ, എടാ നീ എന്റെ കാര്യം വളരെ വലിയ ആളായി. എന്നിട്ടെന്താ ഇതൊന്നും കാണാൻ എന്റെ ഭാനുമില്ലാതെ? ഓ ഞാൻ മറന്നു. ഗൗതം, സോറി ഗൗതം, നാട്ടിലെത്തിയാൽ ഞാൻ ആകെ ഉലഞ്ഞു പോകും. എല്ലാം മറന്നു. പരിചയപ്പെടുത്തിയില്ല, ഇത് ഗൗതം. ആള് നിസ്സാരക്കാരനല്ല, ബുദ്ധിരാക്ഷസനാ. ഇവനെ തട്ടിയെടുത്തിരിക്കുകയല്ലേ ഒരു അമേരിക്കൻ കമ്പനി. നമസ്കാരം. വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് ഇരിക്കുക. പിന്നൊരിക്കലാവാം. ഒന്ന് കേറി ഇരുന്നിട്ട് പോവാൻ മോനെ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, വെയിറ്റിംഗ് ഫോർ മീ. ഓ എന്നാൽ അങ്ങനെ ആവട്ടെ. നാളെ ഞാൻ അങ്ങോട്ട് വരാം. ശരി അങ്കിൾ. ഓക്കെ ബൈ. ബൈ മീര. ബൈ എവരിബഡി. അവന് ആള് ബിസിയാ. അവന്റെ ഒരു മിനിറ്റിന് ഡോളർ കണക്കിനാ വില. അപ്പോഴേ ഇന്ന് ലക്ഷ്മി അമ്മ ഒരുക്കി തരുന്ന നാടൻ വിഭവങ്ങളും കൂട്ടി ഇലയിലൂണ്. എന്താ അത് പിന്നെ പറയാനുണ്ടോ? നിനക്കറിയില്ല ജനിച്ചു വളർന്ന ഭൂമിയുടെ സാന്ത്വനം. സാഹചര്യങ്ങൾ നാട് കടത്തിയതാ എന്നെ. ഇത്രയും പോന്ന നിന്നെയും തോളിലിട്ട് ആരും കാണാതെ ഒരു രാത്രി ഞാൻ നാട് വിട്ടോടി. മാധവൻ പോക്കറ്റിൽ തിരികെ തന്ന കുറച്ച് നോട്ടുകൾ മാത്രമായിട്ട്. എനിക്കറിയാം, അച്ഛൻ എത്ര വട്ടം പറഞ്ഞതാ. നിനക്കറിയാം മോളെ, പക്ഷെ കൂടുതൽ ആഴത്തിലറിയണം. മോള് നമ്മുടെ വീട് കണ്ടോ?
ഞാൻ പോയിരുന്നു. നിന്റെ അമ്മയെ കണ്ടോ? ഞാൻ വിളക്ക് വെക്കാറുണ്ട്. കരയണ്ട. അവൾ ഉറങ്ങുന്ന മണ്ണിൽ വെച്ച് തന്നെ നിന്റെ കല്യാണം നടത്തണമെന്നായിരുന്നു എനിക്ക്. അതുകൊണ്ടാ നിശ്ചയമെങ്കിലും ഇവിടെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചത്. അല്ല കല്യാണത്തിന് സ്പെഷ്യൽ കുറച്ച് കരുതണം. അത് ഞാൻ ഡീസന്റ് ആക്കി തരാം. എങ്ങനെയുണ്ട് സാധനം? സ്വയംഭൻ സ്കോച്ച് സായിപ്പ് മാറി നിൽക്കും. പക്ഷെ വെടിപ്പായിട്ടൊന്ന് പിടിപ്പിക്കാനുള്ള ചാൻസ് കാണുന്നില്ല. മോള് കണ്ട ചെവിക്കുത്തിന് പിടിക്കും. അവള് മൂത്ത പോലീസാ. അങ്ങനെ ഒരാള് തനിക്ക് ആവശ്യ. ഒരു വടിപ്പേടി അല്ലെങ്കിൽ അയ്യപ്പങ്ങളൊക്കെയല്ല, അതിന്റെ അവസാനമുള്ള തീച്ചാട്ടം വരെ നടത്തും. എനിക്ക് അറിഞ്ഞൂടെ. ഒറ്റയ്ക്കല്ലേ ബി കെ? ഒരു പുരുഷായുസ് മുഴുവൻ ഒറ്റയ്ക്ക്. വെട്ടിപ്പിടിക്കാനും സ്വരൂപിക്കാനും ഒറ്റയ്ക്ക്, പങ്കുവെക്കാനും ഒറ്റയ്ക്കാവുമ്പോഴാ ഇവനെ കൂട്ടുപിടിക്കുന്നത്. എല്ലാരും പറഞ്ഞു ഒന്നുകൂടെ കെട്ടാൻ. പക്ഷെ മനസ്സ് സമ്മതിച്ചില്ല. ഉള്ളിലെ മുറി ഉണങ്ങുന്നില്ലടോ. പറ്റില്ലടോ. എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല. താൻ പറഞ്ഞത് നേരാ. ആ ഇതൊന്ന് കഴിച്ചു നോക്കൂ. മീരമോളുടെ സ്പെഷ്യൽ ഡിഷ്. കേട്ടോ രാഘവ, തന്റെ കുറുമ്പിക്ക് നല്ല കൈപ്പുണ്യാ. ആ പോലീസ് എത്തിയല്ലോ. അച്ഛൻ പേടിച്ചിരിക്കാ മോളെ. ഇന്ന് ഞാൻ ഒന്നും പറയില്ല. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, പിന്നെ സ്വന്തം നാടും. ആവൂ, ലൈസൻസ് കിട്ടി. ഒക്കെ നിർത്താൻ പോവാ. ഇവളെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് വേണം കൂളിയും ജപവും ഈശ്വര വിചാരവും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും കൂടാൻ. എന്നാ തുടങ്ങിക്കോ. എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞില്ലേ, ഇനി ചടങ്ങല്ലേ ഉള്ളൂ. ഓ, ഇതാണോ നമ്മുടെ എൻട്രൻസ് തോറ്റ കക്ഷി? പാടോ പാടോ. ഈ തറവാട്ടിലെ ഏക അനന്തരാവകാശിക്ക് ഡാക്ടർ ഭാഗത്തിന്റെ കിരീടവും തൊങ്ങലും ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇക്കാലത്ത് ഉയർന്ന ക്വാളിഫിക്കേഷൻ വേണം നല്ല കരിയർ കണ്ടെത്താൻ. തോറ്റ് നടന്നാ മതിയോ? എന്താ അടുത്ത പരിപാടി? അടുത്ത കൊല്ലം സിവിൽ സർവീസിന് എഴുതണം. തറവാട്ടിലൊരു IAS കാരനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആർക്ക് വേണം IAS? നാട് ഭരിക്കാൻ പോയിട്ട് എന്ത് കിട്ടും? സ്വപ്നം കാണാത്ര തന്നെ. അല്ലെങ്കിൽ എൻട്രൻസ് തോറ്റ ആൾക്ക് സിവിൽ സർവീസ് കൊള്ളാം. അവന് എൻട്രൻസും സിവിൽ സർവീസും ഒന്നും വേണ്ടോ. ഇന്നാട്ടിലെ ഏത് പുതുപ്പണക്കാരനെയും വിലയ്ക്ക് വാങ്ങിക്കാനുള്ള സ്വത്ത് എന്റെ കൈവശമുണ്ട്. നിനക്കവനെ ബോധിച്ചില്ലെങ്കിൽ പിന്നെന്തിനാ ഓരോന്നും എഴുന്നള്ളിച്ചത്? നിന്റെ മോളെ കെട്ടാനുള്ള യോഗ്യത അവനുണ്ട്. അതറിഞ്ഞാ മതി. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. ഒരു പീര ഡിഗ്രി മാത്രം എടുത്ത് തെക്ക് വടക്ക് നടക്കുന്ന ഇവനോ അർഹത? പിന്നെ ഏത് കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്? എടാ, ക്വാളിഫിക്കേഷൻ നോക്കിയാണോ നമ്മൾ അടുത്തത്? ഇതും അങ്ങനെ തന്നെയല്ലേ? അതിന് കുറെ പുളിക്കും. ഞാൻ എന്റെ മോളെ ഒരു മിടുക്കന്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. അവന്റെ കാറില ഞാൻ ഈ മുറ്റത്ത് വന്നിറങ്ങിയ. സ്റ്റേറ്റ്സിലെ അവൻ ലക്ഷക്കണക്കിന് $, അവന്റെ ഒരു മാസത്തെ ശമ്പളം. അതറിയോ? രാഘവൻ പണത്തിന്റെ കാര്യം മാത്രം പറയരുത്. എന്റെ മോന് പഠിപ്പില്ലായിരിക്കാം, പക്ഷേ ഈ തറവാടിന്റെ സമ്പത്തിന്റെ മുമ്പിൽ താൻ പറഞ്ഞ $1 ഒരു ചുക്കുമല്ല. അത് വെറും തോന്നല. ലോകം കാണാത്തവന്റെ ഹുങ്ക. അവന്റെ മുമ്പിൽ ഈ ചെക്കനാരാ? തൃണം, വെറും പുല്ലേ. എന്നാ ആർക്കാന്ന് വെച്ചാൽ കൊണ്ട് കൊടുക്കണോ തന്നെ മോളെ? തനിക്ക് $അല്ലേ വലുത്? മിണ്ടിപ്പോവരുത്. എന്റെ മോളെ ഞാൻ ഇങ്ങോട്ട് വിട്ടതേ അവക്ക് ഏതെങ്കിലും ഒരാളെ കണ്ടെത്തി തരുമെന്ന് കരുതിയല്ല. ഇതൊരു വിശ്വാസവഞ്ചനയാണ്. തരം തണ ചതി. നിർത്ത്. വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കില്ല. ഇവിടെ ആരും ആരെയും ചതിച്ചിട്ടില്ല, ചതിക്കുകയുമില്ല. തുണച്ചിട്ടേ ഉള്ളൂ. അത് രാഘവൻ അറിയാം. ഈ പറഞ്ഞു കാട് കയറുക. ഇനി ഒരു അക്ഷരം വിടരുത്. നമ്പേരിക്ക, ഞാനാ പറയണേ. ആര് പറഞ്ഞാലും വേണ്ടില്ല. ഇനി എന്നെ ഇരുത്തണ്ട. വിശ്വാസവഞ്ചന നമ്പ്യാർ ഇതുവരെയും ക്ഷമിച്ചിട്ടില്ല. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല ഞാൻ. നോക്കി നിൽക്കാതെ എല്ലാം എടുത്ത് ഇറങ്ങണേ.
എന്താ അച്ഛാ ഇത്? പ്ലീസ് മിണ്ടരുത്. നടക്കണേ. നടക്കാനല്ലേ പറഞ്ഞത്? അച്ഛാ. അയ്യോ. പൊയ്ക്കോളൂ. എടോ നമ്പ്യാരെ, താൻ ആ കുട്ടിയെ വിഷമിപ്പിക്കരുത്. വേണമെങ്കിൽ നാളെ പോവാലോ. വേണ്ട, പിൻവിളി വേണ്ട. ഒന്നു മാത്രം പറയാം, എന്നോടിത് വേണ്ടായിരുന്നു. വാടകയ്ക്ക് സ്ഥലം കിട്ടാതെയോ കയ്യിൽ പണമില്ലാതെയോ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. കേറ്. മോള് ഇവിടെ തന്നെ നിന്നോട്ടെ. നാളെ എവിടേക്കാണെങ്കിലും ഞാൻ കൊണ്ടുവന്നാക്കി തരാം. കരഞ്ഞിറങ്ങിപ്പോണത് കാണുമ്പോ നെഞ്ചു പൊട്ടണം. സ്വന്തം തന്തയാ കൊണ്ടുപോകുന്നത്. എനിക്കില്ലാത്ത വേദന നിനക്ക് വേണ്ട അച്യുതാ.